പാഠം 342. ഒരു കല്യാണാലോചന. പത്രത്തിൽ എന്താ വാർത്ത? ഈ പത്രം 16 പേജാണ്. ഇതിൽ 12 പേജിലും വാർത്തയാണ്. അങ്ങനെയല്ലല്ലോ മോഹനേട്ടാ ഞാൻ ചോദിച്ചത്. പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്നാണ്. ആർക്ക് പ്രധാനപ്പെട്ടത്? എനിക്കാണെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടും വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പുമാണ് പ്രധാന വാർത്തകൾ. നിനക്ക് താല്പര്യമുള്ളത് കൊലപാതകം, മോഷണം, വെട്ടിപ്പ്, തട്ടിപ്പ് ഇത്തരം കേസുകളാണല്ലോ. അതുകൊണ്ട് ആവശ്യത്തിലധികം. വിവാഹ തട്ടിപ്പ് വീരൻ അറസ്റ്റ്. പല സ്ഥലങ്ങളിൽ നിന്നായി പല പേരിൽ പല വിവാഹങ്ങൾ കഴിച്ച് സ്ത്രീധനത്തുക തട്ടിയെടുക്കുന്നയാൾ പോലീസ് വലയിലായി. പാലക്കാട് സ്വദേശി മുരുകനാണ് അറസ്റ്റിലായത്. പലയിടങ്ങളിൽ നിന്നായി ഇയാൾ 16 വിവാഹം കഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. സത്യത്തിൽ ഈ വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തുന്നവരൊക്കെ സമ്മതിക്കണം. എന്തൊരു ധൈര്യമാർക്ക്! സർപ്പയജ്ഞം നടത്തുന്നതും തെങ്ങിന്റെ മുകളിൽ കയറി കൈവിടുന്നതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഇങ്ങനെ നടന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാല് മോഹനകൃഷ്ണ സാറ് തമാശ പറഞ്ഞതാ. 4 കൊല്ലം മുന്നേ സാറൂര് കല്യാണം കഴിച്ചിരുന്നു. അന്ന് ആ കല്യാണം നടന്നതുകൊണ്ടും കല്യാണം കഴിച്ചത് എന്നെ ആയതുകൊണ്ടും ഇപ്പോഴും ഇങ്ങനെ മിടുക്കനായി സാർ ജീവിച്ചു പോകുന്നു. അല്ലായിരുന്നെങ്കിലോ ഒന്നുകിൽ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ബാങ്കിൽ കാശ് കൂടുതലുണ്ടാകുമായിരുന്നു. അതല്ല, ഒന്നുകൂടി ആലോചിച്ച് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധവും പുരുഷന്മാരെ ബഹുമാനവും ഉള്ളൊരു പെണ്ണിനെ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മനസമാധാനം ഉണ്ടായേനെ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ചെയ്തത് അബദ്ധമായി പോയെന്ന് കണ്ട പിന്നെ അത് തീർത്തുകയല്ലേ വേണ്ടത്. ഡൈവോഴ്സ് ചെയ്തേക്ക്. ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല. പക്ഷേ വിവാഹം എന്നത് വളരെ പവിത്രമായ ഒരു ഏർപ്പാടാണല്ലോ. ഞാനായിട്ട് അതിന്റെ പവിത്രത കളയണ്ട എന്ന് വിചാരിച്ചു. മാത്രമല്ല, ഞാൻ ഡൈവോഴ്സ് ചെയ്താൽ നിന്റെ കാര്യം എന്താവും? ഇത്രയും കാലം കൂടെ കഴിഞ്ഞ ഒരാളോട് എനിക്കൊരു സഹതാപം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കാത്തത്. എനിക്ക് ആരുടെ സഹതാപം വേണ്ട. ഒരാണിന്റെ കൂട്ടില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യത്തിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സൗകര്യമായി. രാവിലെ എനിക്ക് കഴിക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്റെ സാരി മാത്രം തേച്ചാ മതി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എന്റെ സൗകര്യത്തിന് ചെലവാക്കാം. എന്ത് സുഖം നോക്കി. പക്ഷേ വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറിന്റെ ഭാര്യ എന്നൊരു അഭിമാനം നിനക്കുണ്ടാവില്ലല്ലോ. എന്തിന്? അങ്ങനെ ആരുടെയും ഭാര്യയാവുന്നതിൽ പ്രത്യേക ഒരു അഭിമാനമാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയാവുന്നല്ലേ നല്ലത്. അല്ലാതെ ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയായിട്ട് എന്ത് ചെയ്യാനെന്ന്. ഇപ്പൊ വരെ. ഹലോ, അത് സത്യഭാമയാണ്. എന്താ സാർ? ഉവ്. അയ്യോ, അതിനെന്താ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, ഞാൻ മോഹനോട് പറഞ്ഞോളാം. സാർ അപേക്ഷ ആരുടെയെങ്കിൽ കൊടുത്തയച്ചാൽ മതി. ശരി. മോഹനേട്ടാ, സദാനന്ദ സാറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആ ഹോമിയോ ആശുപത്രിയുടെ പുറകുവശത്തുള്ള 12 സെന്റ് ഭൂമി സദാനന്ദ സാറ് വാങ്ങിന്ന്. അതിന്റെ ആധാരം പോക്കുവരവ് ചെയ്യാൻ സഹായിക്കണമെന്ന് പറയാനാ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ മോഹനോട്ടോട് പറഞ്ഞോളാം, സാർ അപേക്ഷ ആരുടെയെങ്കിൽ കൊടുത്തയച്ചാൽ മതിയെന്ന്. സദാനന്ദ സാറിന്റെ ആധാരം പോക്കുവരവ് ചെയ്യാൻ നീ പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ മതി. പ്രധാനമന്ത്രി? നീയല്ലേ പറഞ്ഞത് ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ ആളെന്ന്. അപ്പൊ പോക്ക് വരവും പ്രധാനമന്ത്രി നടത്തിയാൽ മതി. വില്ലേജ് ഓഫീസർ അത് ഓർത്തോണ്ടിരിക്കുക. ഒരു തർക്കം ഉണ്ടാവുമ്പോ അത് ജയിക്കാൻ നമ്മളങ്ങനെ എന്തെല്ലാം പറയണു മോഹനേട്ടാ. ഇതങ്ങനെ കൂട്ടിയ പോരെ? ഇതങ്ങനെ കൂട്ടാനേ പറ്റില്ല. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്ന് പറയുന്ന ഭാര്യ എത്രമാത്രം അഹങ്കാരിയായിരിക്കും. അങ്ങനെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവും ഒരു സഹായം ചെയ്യില്ല. വെറുതെ വാശി കാണിക്കല്ലേ വില്ലേജ് ഓഫീസറെ. സദാനന്ദ സാറ് കൊടുത്തു വരുന്ന അപേക്ഷ വാങ്ങിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ മാനം പോവും. സത്യഭാമ ഒരു ആവശ്യം പറഞ്ഞാൽ മോഹനകൃഷ്ണൻ കേക്കില്ലേ എന്ന് അപ്പൊ സദാനന്ദ സാർ എന്നോട് ചോദിക്കും. സത്യഭാമ പറയുന്നത് ചെയ്യാനല്ല സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. സർക്കാർ പറയുന്നത് ചെയ്യാനാണ്.
സാറേ. ഉത്തമൻ സാറേ എന്നാണ് വിളിച്ചത്. സാറേ എന്ന് വിളിക്കുമ്പോൾ സാർ പോയാ മതി. വക്കോലെ എന്ന് വിളിക്കുമ്പോൾ മാത്രം വക്കോല് പോയാ മതി. വക്കീലേ. വക്കീലെ എന്നും വിളിച്ചു. ഞാൻ കേട്ടില്ല. ഇനി നമുക്ക് രണ്ടുപേർ കൂടി പോയാലോ? നടന്നാട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനുള്ള എന്ത് അത്യാവശ്യം ഉത്തമനുള്ളത്? ഒരു കല്യാണാലോചനയുടെ കാര്യമാണ്. അപ്പോ ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ഉത്തമൻ അറിഞ്ഞായിരുന്നു? നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ? അതെ ഉത്തമ. എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ വേറൊരു നല്ല പെണ്ണെ കിട്ടുമായിരുന്നു എന്ന് മോഹനേട്ടൻ ഇപ്പൊ ഒരു ചിന്ത. ഞാൻ നോക്കിയപ്പോ മോഹനേട്ടൻ വേറെ പെണ്ണ് കിട്ടിയാൽ എനിക്ക് 2 ലാഭമാണ്. 2 ലാഭവും? ആ, മോഹനേട്ടൻ ഒഴിവായി പോകുന്നതോടെ എനിക്ക് മനസമാധാനമായി ഇനിയുള്ള കാലം ജീവിക്കാമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2 മോഹനേട്ടൻ വേറെ പെണ്ണ് കിട്ടിയാലും ഈ സ്വഭാവം മാറില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കൊണ്ട് ആ പെണ്ണ് ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് സഹികെട്ട് മോഹനകൃഷ്ണ സാറിന് ചോറിൽ വിഷം കലക്കി കൊല്ലും. അവളെ പോലീസ് പിടിക്കുമ്പോ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കേസ് വാദിക്കുകയും ചെയ്യാലോ. ഉത്തമനെന്തിനാ വന്ന് അത് പറ. വക്കീലേ, ഞാൻ ഇന്നലെ 2 പെണ്ണ് കാണാൻ പോയി. 2 തരക്കേടില്ല. പക്ഷെ അതിൽ ഏത് ആലോചന മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഏതൊക്കെ പെണ്ണുങ്ങളാണ് ഉത്തമൻ കണ്ടത്? സാറേ, ഇന്നലെ രാവിലെ പോയത് താലൂക്ക് ഓഫീസിലെ പിയൂണ് ശിവരാമൻ ചേട്ടന്റെ മോളയാ. പേര് സീത. പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, എന്നാലും അത്ര കുഴപ്പമൊന്നുമില്ല. ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയാണ്. നല്ല സ്വഭാവമാണെന്നാണ് പരിചയക്കാരെല്ലാരും പറയുന്നത്. പിന്നെ ഭയങ്കര ദൈവവിശ്വാസിയാണ്. സ്ത്രീധനമായിട്ട് തരാൻ ശിവരാമൻ ചേട്ടന്റെ കയ്യിൽ കാശൊന്നുമില്ല. സ്ത്രീധനം വാങ്ങുന്നത് കുറ്റകരമാണ്. പിന്നെ ശിവരാമൻ ചേട്ടനെയും മകളെയും എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം. നല്ല കുട്ടിയാണ്. ഇനി വേറെ ഒന്നും ആലോചിക്കാനല്ല, സീതയുമായുള്ള വിവാഹം ഉറപ്പിച്ചോളൂ. വേണമെങ്കിൽ ഉത്തമന് വേണ്ടി ഞാൻ ശിവരാമൻ ചേട്ടനോട് സംസാരിക്കാം. 2 പെൺകുട്ടികളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മറ്റേ കാര്യം പറ. കണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് രാധാകൃഷ്ണ സാറിന്റെ ഗുമസ്തനല്ലേ മാധവൻ ചേട്ടന്റെ മോള് നളിനിയെ ചെന്ന് കണ്ട്. നളിനി എനിക്കറിയാം, നല്ല കുട്ടിയല്ലേ? അതെ, ആള് നല്ല സുന്ദരിയാ. അതും പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസം ഉള്ളൂ. പക്ഷെ സ്വന്തമായിട്ട് വരുമാനമുണ്ട് കേട്ടാ. ആ ഗവൺമെന്റ് സ്കൂളിന്റെ ഫ്രണ്ടില് സ്വന്തമായിട്ടൊരു തയ്യക്കട നടത്തുകയാണ് കക്ഷി. സ്വഭാവത്തെ പറ്റി ആർക്കും തർക്കമില്ല. പക്ഷെ സകല പ്രശ്നങ്ങളിൽ ചാടി ഇറങ്ങി ഫ്രണ്ടിൽ നിന്നോളും. ഈശ്വരവിശ്വാസം അത്രയ്ക്കൊന്നും ഇല്ല, പക്ഷെ അത് സാരമില്ല. സാരമുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. അതിലൊന്നും ഒരു കാര്യമില്ല ഉത്തമ. നളിനി നല്ല കുട്ടിയാണ്. അത് മാത്രമല്ല, അവക്ക് കൊടുക്കാനായി മാധവൻ ചേട്ടൻ തരക്കേടില്ലാത്ത ഒരു തുകയും ബാങ്കിലിട്ടിട്ടുണ്ട്. സ്ത്രീധനം. മാധവൻ ചേട്ടൻ ആ കാശ് ഉത്തമന് കൊടുക്കുമ്പോഴല്ലേ അത് സ്ത്രീധനാവുന്നുള്ളൂ. സ്വന്തം മോക്ക് അച്ഛൻ കൊടുക്കുന്ന പൈസ എങ്ങനെയാണ് സ്ത്രീധനാവുന്നത്? എങ്കിലും അത് ശരിയല്ല ഉത്തമ. ഭാര്യയുടെ വീട്ടിലെ പണം കണ്ട് കല്യാണം കഴിച്ചാൽ ജീവിതം തകർന്ന് തരിപ്പണമാകും. ഒന്നുമില്ല ഉത്തമ. കുടുംബം എന്നത് ഭാര്യയുടെയും ഭർത്താവിന്റേതുമാണ്. ജീവിക്കാനുള്ള പണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം തുല്യം. ഉത്തമന്റെ അച്ഛൻ ഉത്തമന് പണം തരുന്നത് പോലെ നള്ളിയുടെ അച്ഛൻ നള്ളിക്ക് പണം കൊടുക്കുന്നു. ഭാര്യയുടെ വീട്ടിലെ പണമായതുകൊണ്ട് അതിന് വിലയും കുറയുന്നില്ല. റേഷൻ കട അരി വാങ്ങാൻ ചെല്ലുന്നവനോട് ഒരു കടക്കാരനും ഇത് നിങ്ങളുടെ വീട്ടിലെ പണമാണോ അതോ ഭാര്യയുടെ വീട്ടിലെ പണമാണോ എന്ന് ഒരു കടക്കാരൻ ചോദിക്കില്ല. നളിനി കല്യാണം കഴിക്കുന്നതാണ് ഉത്തമന് നല്ലത്. ഇനിയിപ്പം നളിനി സീത, സീത നളിനി. നളിനി വേണ്ട. എന്താ സാർ? ഉത്തമ, സീത. നമ്മൾ ആണുങ്ങളാണ്. ഒരാണിന്റെ പ്രശ്നങ്ങൾ വേറൊരാണിനെ മനസ്സിലാവും. വെറുതെ ആ ഭാമയുടെ വാക്ക് കേട്ട് കല്യാണം കഴിക്കാൻ പോയാൽ ഉത്തമന്റെ ഭാവി അവതാളത്തിലാവും. സീതയെ വിവാഹം കഴിച്ച് മനസ്സമാധാനത്തോട് ജീവിക്കാൻ നോക്കും. പോയി വരും. ചേടാ, ഇവരോട് ചോദിച്ച എന്നെ വേണം പറയാൻ. ഇനിയിപ്പോ എന്താ ഒരു വഴി? നളിനി സീത, സീത നളിനി. നറുക്കിട്ട് നോക്കിയാലോ? സത്യത്തിലെ കല്യാണമെന്ന് പറയുന്നതേ ഒരു നറുക്കെടുപ്പാണല്ലോ. നളിനി സീത, സീത നളിനി, നളിനി സീത. നീ അല്ലേ പറഞ്ഞത് ഉത്തമൻ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തമൻ ഒരു ആവശ്യം വരുമ്പോ നമ്മൾ തിരിച്ചും സഹായിക്കണമെന്ന്? എന്നിട്ടാണോ ദൈവവിശ്വാസം പോലും ഇല്ലാത്തൊരു പെണ്ണിനെ ഉത്തമന്റെ തലയിൽ കെട്ടിവെക്കാൻ നീ ശ്രമിക്കുന്നത്? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഗുണം ദൈവവിശ്വാസമാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല.
അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് പറ്റില്ലല്ലോ. ദൈവവിശ്വാസമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ സത്യത്തിലും സദാചാരത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളായിരിക്കും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്ക് ഇത്തരം ചെറിയ പ്രായത്തിലെ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അപകടമാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവൾക്ക് ഭർത്താവിന് ബഹുമാനം കാണൂ. മോഹനേട്ടാ, എന്തിനാ നമ്മൾ തമ്മിൽ വെറുതെ തർക്കിക്കുന്നത്? ഈ ലോകത്ത് ഒരാളുടെ മഹത്വം അളക്കുന്നത് അവരുടെ ദൈവവിശ്വാസം വെച്ചല്ല, അയാൾ എങ്ങനെ പെരുമാറുന്നു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നത് വെച്ചിട്ടാണ്. മോഹനേട്ടന് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നെഹ്റുവിനെ പറ്റി മോശം അഭിപ്രായം പറയേണ്ട കാര്യം എന്താണ്? ഓക്കെ, ഹിറ്റ്ലറിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ മോശപ്പെട്ട അഭിപ്രായം. എത്രയോ ലക്ഷം ജനങ്ങളെ ക്രൂരമായി കൊല ചെയ്ത ആളാണ്. മോഹനേട്ടൻ ക്രൂരൻ എന്ന് പറഞ്ഞ ഈ ഹിറ്റ്ലർ ഒരു കറതീർന്ന ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസികൾ മാന്യന്മാരാണെങ്കിൽ ഈ ഹിറ്റ്ലർ മാന്യനാവണ്ടേ? മോഹനേട്ടൻ മഹാൻ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ഒരു കടുത്ത നിരീശ്വരവാദിയായിരുന്നു. അവിശ്വാസികൾ മോശക്കാരാണെങ്കിൽ നെഹ്റുവിന് അങ്ങനെ കൂട്ടണ്ടേ? പക്ഷേ അവരൊക്കെ ആണുങ്ങളായിരുന്നു. നളിനി ഒരു പെണ്ണാണ്. അപ്പൊ ആണുങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ല. അവർ വിശ്വാസികളായിരിക്കണം. അതാണ് നാട്ടു നടപ്പ്. ആ നടപ്പ് ഇവിടെ നടക്കില്ല. പെണ്ണുങ്ങളെ ഒതുക്കാനാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് തന്നെ. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിക്കും, ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. പിന്നെ ഉത്തമന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉത്തമനും നളിനിയും തമ്മിലുള്ള കല്യാണം ഞാൻ മുൻകൈ എടുത്ത് നടത്തും. ഉത്തമന് 1 മാസം വരുമാനം കിട്ടിയില്ലെങ്കിലും നളിനിക്ക് വരുമാനം ഉള്ളത് കൊണ്ട് പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ. ഹമേ, ഭർത്താവിന് ജോലിയുള്ളപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടുപേരും ജോലിക്ക് പോകുമ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആളില്ലാതിരില്ലേ? അതുകൊണ്ട് ഉത്തമന് പറ്റിയത് സീത തന്നെ. ഇവിടെ നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടല്ലോ, എന്നിട്ട് ഏത് വീട്ടുകാര്യമാണ് നടക്കാത്തത്? ഇവിടെ നമ്മൾ രണ്ടുപേരിലേ ഉള്ളൂ. ഉത്തമന്റെ വീട്ടിൽ അവന്റെ അമ്മയും അനിയത്തിമാരും ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണ്ടേ? അതിനൊരു കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു വേലക്കാരി അങ്ങ് വെച്ചാ പോരെ. മോഹനേട്ടാ, ഈ കാലത്ത് രണ്ടുപേർക്കും ജോലി ഉള്ളത് തന്നെയാണ് നല്ലത്. ജീവിത ചെലവ് കൂടിക്കൂടി വരുമ്പോ രണ്ടുപേർക്കും വരുമാനം ഉള്ളത് തന്നെയല്ലേ നല്ലത്? ആമേ, ഈ ജോലിയുള്ള പെണ്ണുങ്ങൾ ഭയങ്കര അഹങ്കാരികളായിരിക്കും. അവർക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാം എന്നൊരു ധാരണ ഉണ്ടല്ലോ. ഉത്തമനാണെങ്കിൽ ഒരു പാവം. നളിനിയെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഉത്തമന്റെ കാര്യം പോക്ക. മോഹനേട്ടൻ പറഞ്ഞതിൽ പകുതി കാര്യമുണ്ട്. ജോലിയുള്ള പെണ്ണുങ്ങൾക്ക് ആരുടെ സഹായമില്ലാതെ ജീവിക്കാം എന്നൊരു ധാരണയുണ്ടാവും. അങ്ങനെയൊരു ധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ ആട്ടും തുപ്പും സഹിക്കേണ്ടി വരില്ല. ഒരുപാട് മുഷ്ക് കാണിക്കുമ്പോ ഭാര്യ ഇറങ്ങി അവളുടെ പാട്ടിന് പോവും. അതുകൊണ്ടാണ് ജോലിയുള്ള പെണ്ണുങ്ങളെ ആണുങ്ങൾക്കൊക്കെ കുറച്ച് പേടി. ജോലി ഇല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന പഞ്ചവച്ചുടക്കി കേട്ട് അവൾ ഒരിടത്ത് ഇരുന്നോളൂല്ലോ. ഭാമേ, നീ എന്തു പറഞ്ഞാലും ഉത്തമന് ചേരുന്നത് സീതയാണ്. നളിനെ എനിക്കറിയാം, ഉത്തമനുമായിട്ട് ഒരു ചർച്ചയില്ല. ആര് പറഞ്ഞു മോഹനേട്ടനോട്? മോഹനേട്ടാ, കുറ്റം പറയാന്ന് മോഹനേട്ട കരുതരുത്. സീതയെ കാണാൻ ഒരു ഭംഗിയില്ല. അതിനെക്കാട്ടും എത്രയോ സുന്ദരിയാ നളിനി. കണ്ണുപൊട്ടനല്ലാത്ത ഒരാളാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ നളിനിയെ കല്യാണം കഴിക്കും. ഇപ്പൊ നിന്റെ മനസ്സിൽ ഇപ്പൊ പുറത്തു വന്നു. പറയുമ്പോ വലിയ വിപ്ലവങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു പെൺകുട്ടി കാഴ്ചയിൽ സുന്ദരിയല്ല എന്ന് പറഞ്ഞ് അവളെ കല്യാണം കഴിക്കരുത് എന്ന് നീ ഉത്തമനെ ഉപദേശിക്കാൻ പോകണല്ലേ? അങ്ങനെ ഞാൻ ഉപദേശിക്കില്ല. സൗന്ദര്യം ഒരു കാര്യമാണെന്ന് ഞാൻ പറയുമായിരുന്നു. മോഹനേട്ടാ, നമ്മളൊരു റോസാപ്പൂ കാണുമ്പോ ആദ്യം ഇഷ്ടപ്പെടുന്നത് അതിന്റെ മണമല്ല, ഭംഗിയാണ്. ഭംഗിയുള്ള പൂവ് കണ്ട് അടുത്ത് ചെല്ലുമ്പോഴേ അതിന്റെ മണം ആസ്വദിക്കാൻ പറ്റൂ. പൂവിനെ കാഴ്ചയിൽ ഭംഗിയില്ലെങ്കിൽ ആരാണ് അതിന്റെ അടുത്ത് ചെല്ലുക? അത് റോസാപ്പൂവിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് സീതയുടെ കാര്യമാണ്. അതെ, ഉത്തമൻ കാഴ്ചയിൽ തരക്കേടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഉത്തമന് പറ്റുന്നൊരു പെണ്ണ് തന്നെ വേണ്ടേ? അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോഴേ ആളുകള് അയ്യേ എന്ന് പറയും. കല്യാണം കഴിക്കുന്നതേ ഉത്തമനാണ്. അത് നടക്കുന്ന കാര്യം. കുടുംബജീവിതത്തിൽ സൗന്ദര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമായിരുന്നു.
പെണ്ണ് കണ്ടാൽ സുന്ദരിയാവണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കല്യാണമേ നടക്കില്ലായിരുന്നു. കുടുംബജീവിതത്തിൽ സൗന്ദര്യത്തിന് പ്രസക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ മോഹനേട്ടനെ കല്യാണം കഴിച്ചത്. കണ്ടപ്പോ ഇഷ്ടമായി പോയത് കൊണ്ട് മാത്രം നടന്നൊരു കല്യാണമല്ലേ നമ്മുടേത്. മോഹനേട്ടന്റെ സ്വഭാവം കൂടി ഞാൻ നോക്കിയിരുന്നെങ്കിൽ ആ കല്യാണം എങ്ങനെ നടക്കാനായിരുന്നു? എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എന്നെ കണ്ടാൽ എന്താണ് കുഴപ്പം? ആദ്യം ഞാൻ ചോദിച്ചതിന് സമാധാനം പറയൂ. എന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം? കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, കൈക്കൂലി വാങ്ങില്ല, മറ്റ് സ്ത്രീകളുമായി ബന്ധമില്ല, ധൂർത്തില്ല. അങ്ങനെ മനുഷ്യന്റെ യാതൊരു സ്വഭാവ ഗുണങ്ങളും ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ മോന്തായം കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ഉണ്ട കണ്ണും, കൊറിയക്കാരുടെ മൂക്കും, മംഗോളിയൻ കവിളും, മുയലിന്റെ ചെവിയും, കൊക്കിന്റെ പോലത്തെ കഴുത്ത് കണ്ട ആർക്കെങ്കിലും ഇഷ്ടം തോന്നിയ അവിടെ ചൂലെടുത്തടിക്കണം. ഇങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണം നടന്ന സമയത്ത് എന്നോട് പറഞ്ഞത്. എന്നെ കണ്ടാൽ ഭയങ്കര സുന്ദരിയാണ്, എന്റെ കണ്ണുകളിൽ നോക്കിയിരിക്കാൻ നല്ല രസമാണ്, എന്റെ മുടി കണ്ട് നാട്ടിലെ ആണുങ്ങൾക്കൊക്കെ മോഹനോട് അസൂയാണ്, എന്റെ നിർത്ത്. ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നുണകൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഉത്തമൻ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശിവരാമൻ ചേട്ടന്റെ മകൾ സീതയായിരിക്കും. ഉത്തമൻ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ വെച്ച് എനിക്ക് ഉത്തമനെ തിരിച്ചു സഹായിച്ചേ പറ്റൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ ഉത്തമന്റെയും നളിനിയുടെയും കല്യാണം നടത്തും. അത് നിന്റെ മോഹം. ഞാൻ പറയുന്നത് ഉത്തമൻ അനുസരിച്ചില്ലെങ്കിൽ അത് ദോഷം ചെയ്തത് ഉത്തമന് തന്നെയാണെന്ന് ഉത്തമൻ അറിയാം. ഞാൻ പറയുന്നതേ ഉത്തമൻ കേൾക്കൂ. ഉത്തമൻ നളിനിയെ കല്യാണം കഴിച്ചിരിക്കും. ഉത്തമൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സീതയായിരിക്കും. ഉത്തമൻ വിളിച്ചത് വക്കീലെ എന്നായതുകൊണ്ട് തന്നെ ഉത്തമൻ നളിനിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ വിളിച്ചത് സാറേ എന്നാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ പോകുന്നത് ഉത്തമനും സീതയും തമ്മിലുള്ള കല്യാണമാണ്. നമസ്കാരം. കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. തീരുമാനമായ സ്ഥിതിക്ക് അത് ആദ്യം പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരോടും അല്ലേ? അതുകൊണ്ട് ഫോൺ വന്ന പാടെ ഞാൻ ഓടി വരികയായിരുന്നു. ഉത്തമ, ഞാൻ ഇത്രയും സമയം ഉത്തമന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ നളിനിയുടെ കല്യാണാലോചന വന്നത് തന്നെ ഉത്തമന്റെ ഭാഗ്യമാണ്. നല്ല സൗന്ദര്യമുള്ള, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, സ്വന്തമായി വരുമാനമുള്ള ഒരു പെണ്ണ്. ആ കൂടുതൽ തരക്കേടില്ലാത്തൊരു തുക ബാങ്ക് ബാലൻസും. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അതെ, ഞാൻ ആലോചിച്ചപ്പോഴും അത് എന്നെയാണ് തോന്നിയത് വക്കീലേ. ഇപ്പൊ കുറ്റം പറയാണെന്നുണ്ടെങ്കിൽ നളിനിക്ക് ആകെ ഉള്ളൊരു കുറ്റം ദൈവവിശ്വാസം ഇത്തിരി കുറവാണെന്നുള്ളത് മാത്രമാണ്. ഇക്കാലത്ത് അതൊരു കുറവായി കാണേണ്ടതുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞും മനസമാധാനമായിട്ട് ജീവിക്കണം എന്ന് ഉത്തമൻ ആഗ്രഹമുണ്ടോ? ഇല്ലേ? ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ ഉത്തമൻ ഒരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നളിനി തരില്ല. അവള് പറയും, എനിക്ക് തയ്യക്കടയിൽ പോവാൻ നേരമായി, ചായ വേണമെങ്കിൽ അടുക്കളക്കകത്ത് കയറി സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറയും. രാവിലെ ഒരു നല്ല ചായ കുടിക്കണമെന്ന് ആഗ്രഹമില്ലാത്തൊരു ഭർത്താവുണ്ടോ ഈ ലോകത്ത്? അതായത് ചായ ഉണ്ടാക്കി തരാൻ ഒരാള് വേണം എന്നുള്ളത് കൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെന്ന്. അതിനെന്തിനാണ് ഒരു കല്യാണം? ഒരു നല്ല കുക്കിനെ വെച്ചാ പോരെ? ഇല്ലെങ്കിൽ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വരെ പോയാ പോരെ? വലിയ ഉദ്യോഗമുള്ള ഒരു വക്കോലിനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോ മിക്കവാറും ദിവസം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്നാണ് കാപ്പി കുടിക്കുന്നത്. ആ ഗതി ഉത്തമന് വരും. ഇനിയിപ്പോ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിക്കേണ്ടി വന്നെങ്കിൽ തന്നെ എന്താണ്? അതിനുള്ള കാശ് നളിനി അധ്വാനിച്ചുണ്ടാക്കുന്നില്ലേ? ഈ കാലത്ത് രണ്ടുപേരുടെ വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ സീത ശിവരാമൻ ചേട്ടന്റെ ഒറ്റ മകളാണ്. ശിവരാമൻ ചേട്ടന്റെ കയ്യിൽ സ്ത്രീധനമായി തരാൻ കാശൊന്നും ഇല്ലെങ്കിലും അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. റിട്ടയർഡ് ചെയ്യുമ്പോ ഒരു നല്ല സംഖ്യ കയ്യിലേക്ക് വരും. അത് സീതയ്ക്കുള്ളതാണ്. അത് മാത്രമല്ല, ശിവരാമൻ ചേട്ടന് മരിക്കുന്നത് വരെ പെൻഷനും കിട്ടും. അതുകൊണ്ട് ഭാര്യയുടെ അച്ഛനെയും അമ്മയും പോറ്റേണ്ട ഗതികേട് ഉത്തമന് വരില്ല. നളിനിയുടെ അച്ഛൻ മാധവൻ വേറും ഒരു വക്കീൽ ഗുമസ്തൻ. വക്കീലിനെ തോന്നോ പറഞ്ഞോടും, ഇറങ്ങി പോന്ന് പറഞ്ഞു. പിന്നെ ഈ ചാട്ടിരിക്കേ ഉള്ളൂ. ഒടുവിൽ ഉത്തമൻ ഭാര്യയുടെ വീട്ടുകാർക്കും ചെലവിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. സാറി പറഞ്ഞത് കറക്റ്റാണ്. എന്റെ വീട്ടുകാർക്ക് എല്ലാം ചെലവിന് കൊടുക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്കല്ലേ അറിയാവൂ. അപ്പൊ പിന്നെ ഭാര്യയുടെ വീട്ടുകാർ കൂടെ ചെലവിന് കൊടുക്കാൻ നിന്നാ ഞാൻ തെണ്ടിപ്പോവില്ലേ സാറേ? അങ്ങനെ ചിന്തിച്ചിട്ടാണ് സൗന്ദര്യം അല്പ കുറവാണെങ്കിലും
സീതയെ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് തോന്നിയത്. മതി. ആ. അപ്പൊ നളിനിയാണ് ഇഷ്ടം എന്ന് നളി, പറഞ്ഞത്? കത്ത്, പോ. വക്കീലേ, എനിക്ക് ഈ നളിനിയെ ഇഷ്ടമാണ്, സീതയെ ഇഷ്ടമാണ്. നളി വേണ്ട, പക്ഷേ സീത മതി. അത് പോരല്ലോ, ഈ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല. സാറേ, വക്കീലേ, ബ്രോക്കർ മനോഹരത ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പറയാൻ പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ലാത്ത 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരുത്തനെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് സീതയും പറഞ്ഞു, അല്ല നളിനിയും പറഞ്ഞു, ഈ സീതയും പറഞ്ഞു. അങ്ങനെ വിവാഹിതനാവുക എന്നെന്റെ മോഹം ഒരിക്കൽ കൂടി അകാലത്തിൽ ഇതാ പൊഴിഞ്ഞു വീണു. ഇനിയിപ്പൊ ഏത് പെണ്ണിനെ കെട്ടുമെന്നുള്ള ടെൻഷൻ ഒഴിവാക്കി ആന്റണി സാറിന്റെ കെട്ടിടത്തിന്റെ പെർമിറ്റ് ശരിയാക്കാനായി ഞാനിതാ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോകുന്നു. പോട്ടെ സാറേ. വക്കീലേ, ആ വിലയാപിസ്റ്റർ എന്താ പറഞ്ഞങ്ങ് പോന്നെ? ഉദ്ദേശം നടന്നില്ലല്ലേ? വില്ലേജ് ഓഫീസറുടെ സീതയ്ക്ക് ഉത്തമൻ ഇഷ്ടപ്പെട്ടില്ല. വക്കീലിങ്ങ് പോകുന്നത് അതുകൊണ്ടായിരിക്കും. വക്കീലിന്റെ നളിനിക്കും ഉത്തമൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ. നമ്മൾ എന്താ അത് ആലോചിക്കാതെ പോയതല്ലേ മോഹനേട്ടാ? നമ്മൾ ആലോചിക്കുന്നതിനാ? പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല എന്ന് ഉത്തമൻ പറയണമായിരുന്നു. ഉത്തമനാണല്ലോ ആവശ്യക്കാരൻ. നളിനിക്ക് എന്തായാലും ഉത്തമനെക്കാളും നല്ലൊരു പയ്യനെ കിട്ടും. നളിനി സുന്ദരിയല്ലേ? സീതയ്ക്കും വേറെ പയ്യനെ കിട്ടും. നിനക്ക് പോലും നല്ലൊരു പയ്യനെ കിട്ടിയില്ലേ, പിന്നെ സീതയ്ക്ക് ഇട്ടായിരിക്കുന്നത് എങ്ങനെ? അത് പോട്ടെ, കുറച്ചു മുന്നേ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്റെ കണ്ണിനെയും മൂക്കിനെയും കുറിച്ച്. അതൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാ. പക്ഷെ നീ എന്റെ സ്വഭാവത്തെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ സുഖമായി സ്വാതന്ത്ര്യത്തോടെ കഴിയാമായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ? അതോ എന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ പെണ്ണ് കെട്ടി മനസമാധാനമായി കഴിയായിരുന്നു എന്ന് മോഹനേട്ടൻ പറഞ്ഞില്ലേ? നമുക്ക് ഡൈവോഴ്സ് ചെയ്താലോ? മോഹനേട്ടൻ ആണെങ്കിൽ എന്നെ ഡൈവോഴ്സ് ചെയ്തു. പക്ഷേ ഞാൻ മോഹനേട്ടൻ ഡൈവോഴ്സ് ചെയ്യില്ല. എനിക്ക് ഈ വില്ലേജ് ഓഫീസറില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾക്ക് മാത്രമായിട്ട് ഡൈവോഴ്സ് ചെയ്യാൻ നിയമമില്ലല്ലോ. അതുകൊണ്ട് ഞാനും ഡൈവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ സദാനന്ദ സാറിന്റെ ആധാരം പോക്കുവരവ് ചെയ്യുന്ന കാര്യം ഞാൻ പ്രധാനമന്ത്രിയോട് പറയണോ അതോ വില്ലേജ് ഓഫീസറോട് പറഞ്ഞാൽ മതിയോ? അത് പ്രധാനമന്ത്രിയോട് തന്നെ പറഞ്ഞാൽ മതി. നിനക്ക് ഈ വില്ലേജ് ഓഫീസറേക്കാൾ വലുത് പ്രധാനമന്ത്രി ആണല്ലോ. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. നാട്ടിലെ നിയമം അനുസരിച്ച് വില്ലേജ് ഓഫീസറെക്കാട്ടിലും കുറച്ച് വലുത് പ്രധാനമന്ത്രിയല്ലേ. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ വില്ലേജ് ഓഫീസർ അല്ലേ. സോപ്പിന്റെ മണം. അത് സോപ്പിന്റെ മണമല്ല, പ്രേമത്തിന്റെ മണമാണ്. എനിക്ക് മോഹനോട് ഭയങ്കര പ്രേമം തോന്നുന്നു. കല്യാണത്തിന്റെ ഒരു കുഴപ്പം ഇതാണ്. ആണിനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ പോരാ, പെണ്ണിന് ആണിനെയും ബോധിക്കണം. എന്തായാലും ഉത്തമന്റെ കല്യാണ ആലോചനകൾ വടികുത്തി പിരിഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. വിചിത്ര ജീവികളായ ഈ വക്കീലിന്റെയും വില്ലേജ് ഓഫീസറുടെയും കഥകളുമായി കാര്യം നിസ്സാരം തുടരുന്നു.